അസ്സലാമു അലൈക്കും. അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്താ വെച്ചാൽ നമ്മൾ കാറ്ററിംഗ് വർക്ക് പഠിച്ചാനുള്ള കാരണം അതുപോലെ തന്നെ ആരിരുന്നാണ് ഈ വെപ്പൊക്കെ പഠിച്ചത് നിങ്ങൾക്ക് അറിയണ്ടേ. അപ്പോൾ അതൊക്കെ വഴിയേ ഞാൻ പറഞ്ഞുതരാം. അതുപോലെ തന്നെ ബിരിയാണിക്ക് പറ്റിയ നല്ലൊരു മാങ്ങച്ചാറ് ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണുക. കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ലൈക്ക് ഉണ്ടെങ്കിലേ വീഡിയോ മുന്നോട്ട് പോവുള്ളൂ. അതുപോലെ തന്നെ വീഡിയോനെ പറ്റിയിട്ടുള്ള അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് എഴുതണം കേട്ടോ. കമൻറ്റ് എഴുതുമ്പോഴല്ലേ നമുക്ക് വീഡിയോയിൽ കുറേ കാര്യങ്ങൾ റെഡിയാക്കാണ്ടാവും കേട്ടോ. അതുകൊണ്ടാണ് കമൻറ്റ് എഴുതാൻ പറയുന്നത്. അപ്പം നമ്മളപ്പേണ് കേട്ടോ ബിരിയാണി വെക്കണം. ഞാൻ പാടത്തുനിന്നാണ് കാറ്ററിംഗ് വർക്ക് പഠിച്ചിട്ടുള്ളത്. അപ്പോൾ പൈക്കിലെ സാധനങ്ങളൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. 10 കിലോനാണ് ബിരിയാണി വെക്കണത്. അപ്പോൾ അതാ ചിക്കൻ ഹാഫ് വേവിൽ കളറും മഞ്ഞപ്പൊടിയും മുളകും പൊടിയും കൂട്ടിങ്ങാണ്ട് അരമണിക്കൂർ വെച്ചിട്ട് പൊരിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ചിക്കനൊക്കെ മസാല കൂട്ടി അരമണിക്കൂർ വെച്ചാലാണ് അതിക്ക് അരിയും പുളിയൊക്കെ പിടിച്ചുള്ളൂ. അതിന് വേണ്ടി കണ്ടാണ് ഇപ്പം ഇത് ചെയ്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ അതപ്പോൾ ബിരിയാണി വെക്കാനുള്ള പുറപ്പാടാണ്. ഇപ്പാടെ ബിരിയാണിയിൽ വല്ലാതെ നെയ്യൊന്നും ഉണ്ടാവില്ല. ഞാൻ കാറ്ററിങ് പഠിച്ചിരിക്കണത് ഇങ്ങനെയാണ് കേട്ടോ. ഇപ്പാടെ ഒപ്പം നിൽക്കും എന്ത് പണിയെടുക്കുമ്പോഴും. അപ്പോൾ കോഴി പൊരിച്ച എണ്ണയിലാണ് ബിരിയാണി വെക്കുന്നത്. കോഴി പൊരിച്ച എണ്ണ ചെമ്പട്ടിക്ക് പാർന്നു കൊടുത്തിട്ട് അതിക്ക് പച്ചമുളക് ചതച്ചത് ഇട്ട് കൊടുത്തു. പിന്നെ അതാ വെളുത്തുള്ളി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അത് നല്ല അങ്ങോട്ട് വാട്ടിങ്ങാണ്ട് ആ പച്ച മണം പോകുമ്പോൾ ആരും കൂട്ടൂല ചെറുള്ളി ചതച്ചത്. പക്ഷെ എപ്പാടെ ബിരിയാണിയുടെ ടേസ്റ്റ് തന്നെ അതാണ് കേട്ടോ. ചെറുള്ളി ചതച്ചത് നല്ല കൂട്ടും. എപ്പാടെ ബിരിയാണിക്ക് ഒരു പ്രത്യേക ടേസ്റ്റാണ്. ഇപ്പോൾ ബിരിയാണിയൊക്കെ വെക്കാൻ പോണ ഒരാളായിരുന്നു. ഇപ്പോൾ പോക്കില്ല കേട്ടോ. അപ്പം അങ്ങനെ വയ്യ പോവാൻ. പിന്നെ അതാ ഉള്ളി ഇട്ട് കൊടുത്തു. അതൊക്കെ നല്ലപോലെ മൂത്ത് വന്നപ്പോൾ വെല്ലുള്ളി വെട്ടി ഇട്ട് കൊടുത്തു. എത്രേ കണക്ക് എനിക്കിതിൽ പറയാൻ പറ്റൂല. കാരണം എന്താ വെച്ചാൽ 10 കിലോ കൊണ്ടാണ് ബിരിയാണി വെക്കുന്നത്. ഞാൻ എന്തായാലും 5 കിലോ വരെ ഞാൻ ഒറ്റയ്ക്ക് വെക്കും കേട്ടോ. ഇപ്പോൾ ഇങ്ങനെ കണ്ട് പഠിച്ചതാണ്. അങ്ങനെ ഉള്ളിയൊക്കെ നല്ലോണം വാടി വന്നതിൻ്റെ ശേഷം തക്കാളി ഇട്ട് കൊടുത്തിട്ടുണ്ട്. തക്കാളി പിന്നെ എളുപ്പമുണ്ട് വാടി കിട്ടാൻ. ലേസം ഇട്ട് കൊടുത്തിട്ട് ഇപ്പം എന്താട്ടോ ഒന്നിങ്ങോട്ട് അടച്ച് വെക്കും. അടച്ച് വെച്ചതിൻ്റെ ശേഷമാണ് ഇതാക്കണത്. പിന്നെ ഇപ്പോൾ ഇട്ട് കൊടുത്തത് എന്താ വെച്ചാൽ ജാതിക്ക ഉണ്ടല്ലോ, ബിരിയാണി വെക്കുമ്പോൾ ജാതിക്ക ഇടുമല്ലോ. അപ്പോൾ അതാണ് ചതച്ച് ആദ്യം ഇട്ട് കൊടുത്തത്. അതുകൊണ്ട് മസാല ശരിയായപ്പോൾ മഞ്ഞൾപ്പൊടിയും മുളകും പൊടിയും ചിക്കൻ മസാല ഇട്ട് കൊടുത്തുകൊണ്ട് നല്ലോണം വാട്ടുകയാണ് കേട്ടോ. പിന്നെ എന്താ വെച്ചാൽ ലേശം കുരുമുളക് പൊടിയും പാടെ ചേർക്കുക. പിന്നെ പട്ട, കറാമ്പൂ, ഏലക്കായ അങ്ങനെ തക്കോലൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ ഒന്ന് മിക്സിയിൽ അടിച്ചെടുത്തിട്ട് എന്താ മസാല റെഡി ആക്കുമ്പോൾ തന്നെ ഇടണം. എന്നാലാണ് അതിൻ്റെ എല്ലാ ചൂരും മണമൊക്കെ ഇതിൽ ഇങ്ങോട്ട് ആയി കിട്ടുള്ളൂ. അങ്ങനെ നല്ലൊരു 5 മിനിറ്റ് നിന്നും ഇപ്പോൾ വാട്ടി കൊടുത്തതിൻ്റെ ശേഷം ചിക്കൻ പൊരിച്ച് ഇട്ട് കൊടുത്തിട്ടുണ്ടാവും. എന്നിട്ട് പിന്നെ നമ്മൾ തീയൊന്ന് കുറച്ച് വെക്കണം. കാരണം ഈ ചിക്കനും ഈ മസാല ഉണ്ടല്ലോ ഒന്നിങ്ങോട്ട് സെറ്റായി വരാണ്ട്. അപ്പം ഞാൻ ഫുള്ളായിട്ട് കാണിച്ചിട്ടൊന്നുമില്ല. കുറച്ചീച്ചേ കാണിച്ചിട്ടുള്ളൂ. പക്ഷേ എപ്പാടെ ചോറ് നല്ല രസമാണ്. എന്നിട്ട് ഇപ്പോൾ അതാ തൈര് ഒഴിച്ച് കൊടുക്കുകയാണ്. തൈര് നല്ല പുളിയുള്ള തൈരാണെങ്കിൽ ലേസം ഒഴിച്ച് കൊടുക്കുക. പുളിയില്ലാത്ത ആണെങ്കിൽ കുറച്ച് തോനെ ഒഴിച്ച് കൊടുക്കുക. പിന്നെ ചെറുനാരങ്ങയുടെ നീരൊക്കെ ആക്കും. അപ്പോൾ നമ്മൾ തൈര് ഒറ്റിച്ച് കൊടുത്ത് മസാലയൊക്കെ നല്ല സെറ്റായി വന്നിട്ടുണ്ട്. അപ്പോൾ നല്ല ടേസ്റ്റാണ്. നമ്മൾ ഈ ഇങ്ങനെ മസാലയിൽ നിന്ന് ഇറച്ചെടുത്ത് തിന്നുമ്പോൾ ഒരു പ്രത്യേക രസമല്ലേ. അപ്പോൾ അതൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് മാങ്ങി വെക്കുകയാണ്. വേറെ ചൂടില്ല അടുപ്പത്തേക്ക് തന്നെ വെക്കണം. അപ്പോൾ അപ്പുറത്ത് ഇത് അടുപ്പ് കൂട്ടിയിട്ട് അവിടെ ലേസം ഓലക്കൊടിയും വർഗ്ഗമൊക്കെ കത്തിച്ച് ലേസം തിന്ന് ലേസം കരിക്കട്ടയൊക്കെ അതിക്ക് എടുത്തിട്ടിട്ട് നമ്മളെ ചിക്കൻ അങ്ങോട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി അരി വേവിച്ചെടുക്കണമല്ലോ. അതിന് പിന്നെ അളവും കാര്യങ്ങളൊന്നുമില്ല. വറ്റിച്ചെടുക്കുകയാണെങ്കിലുള്ളൂ കേട്ടോ അളവും കാര്യങ്ങളും. ഇതിലെങ്ങനെ ആയാലും 2 കുടം വെള്ളം പാർന്നിട്ടുണ്ട്. പിന്നെ അതിക്ക് കല്ലുപ്പാണ് ഇട്ട് കൊടുക്കുന്നത്. കല്ലുപ്പ് ഇടുമ്പോൾ ഞമ്മക്കൊന്നും അളവ് അറിയില്ല. അപ്പം കല്ലുപ്പാണ് ഉപയോഗിക്കുക. ഏറ്റവും നല്ലതും കല്ലുപ്പാണ്. എന്നിട്ട് ലേസം പച്ചപ്പട്ടാണി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ബിരിയാണിയിലൊക്കെ പച്ചപ്പട്ടാണി ഒരു പ്രത്യേക രസമുണ്ട്. പിന്നെ ആ നീളത്തിലുള്ള ഇല ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ എന്താ നെയ്യ് ഇതുവരെ ഉപയോഗിച്ചിട്ടില്ല കേട്ടോ. നെയ്യും ആർക്കേജും അതിൽ വെച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. കാരണം ഡാൽഡ എന്ന് പറയും ചിലവില്ല കേട്ടോ. അത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് വെള്ളം നല്ല തിളച്ച് വന്നപ്പോൾ അരി ഇട്ട് കൊടുത്തു. അങ്ങനെ അരിയിൽ നിന്ന് ഇങ്ങോട്ട് തെറ്റുമാണ്. അരി നല്ല വേവാനും പറ്റൂല. ആ ഒരു ലെവലിലായപ്പോൾ ഊറ്റിടുന്നുണ്ട് കേട്ടോ. കയറ്റിട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇനി എന്ത് ചെയ്യണം, ആ ചെമ്പട്ടിയാണ് വലുത്. ഇനി ഇറച്ചിയും ചോറും പാടെ ഒപ്പം മിക്സ് ആവണമെങ്കിൽ കണ്ടറിഞ്ഞ പാത്രം തന്നെ വേണം. അപ്പോൾ ഈ അരി വേവിച്ചതിൽ തന്നെയാണ് നമ്മൾ മസാല റെഡിയാക്കുക. അപ്പോൾ എന്ത് ചെയ്തു, ആ ചെമ്പട്ടിയിലത്തെ വെള്ളമൊക്കെ ഒഴിവാക്കിയിട്ട് മറ്റേ മസാല ഇതാ ഈ ചെമ്പട്ടിക്ക് തന്നെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. നല്ല ചൂടുണ്ട് കേട്ടോ. അതിനാണ് നമ്മൾ ഈ മസാല എപ്പോഴും ചൂടടുപ്പത്തേക്ക് വെക്കണം. ചൂടാറിയിട്ടുണ്ടെങ്കിൽ ഇത്ര നന്നായി കിട്ടൂല കേട്ടോ. എന്നിട്ട് ലേസം വെള്ളം ഒഴിച്ചങ്ങാണ്ട് മസാലയൊക്കെ റെഡിയാക്കി ഇതിലേക്ക് തന്നെ ഒഴിച്ച് കൊടുത്തു. പിന്നെ അതാ ദമ്മിടൽ തുടങ്ങിയിട്ട് അപ്പോൾ ചോറ് ഇതാ ലേസിച്ചിട്ട് കൊടുക്കുക. അതുപോലെ തന്നെ ഇപ്പം അണ്ടി മുന്തിരിയൊക്കെ വറുത്തയിൽ ലേസം മല്ലിച്ചപ്പൊക്കെ എടുത്തുകൊണ്ട് ഒന്നിട്ട് കുഴക്കും. ഉള്ളിയൊക്കെ പാടെ ഇട്ടുകൊണ്ട് കൈ കൊണ്ട് നല്ല കുഴച്ചാൽ നല്ല രസമുണ്ട്. ഞമ്മക്കും വേണമെങ്കിൽ ഓരോന്നൊക്കെ എടുത്ത് തിന്നാൻ. അപ്പം ഞാൻ ലേസത്തിൽ നിന്ന് എങ്ങനെയാലും വാരിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ലേസം പാടിരിക്കുന്നുണ്ട്. അപ്പോൾ ഓരോ ട്രിപ്പ് ഇടുമ്പോൾ ചിലവർ ചിക്കൻ ഇങ്ങനെ എത്തി വെക്കും. ഇപ്പം അങ്ങനെയല്ല ചെയ്യുക. അപ്പം അടിയിൽ മാത്രം ചിക്കൻ ഇടും.
ബാക്കി ചോറിടുക, മസാല ഇട്ട് കൊടുക്കുക, മല്ലിച്ചപ്പ് ഇട്ട് കൊടുക്കുക, ആ ഒരു ലെവലിലാണ്. പിന്നെ അതാ കോഴി പൊരിച്ച എണ്ണയാണ് എപ്പോഴും പാരിന്, ഇപ്പോഴും നെയ്യ് ഉപയോഗിച്ചിട്ടില്ല. എന്നിട്ട് അങ്ങോട്ട് സെറ്റാക്കിയിട്ട് ഒരു വായൻ്റെ കൊണ്ട് മൂടി വെക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക, ചെമ്പട്ടിയുടെ അടപ്പെടുക്കുക. എന്നാൽ നമ്മൾ അല്ലെങ്കിൽ മേലത്തെ വറ്റൊക്കെ കൊണ്ട് മുരിഞ്ഞാണ്ടാവും. എന്നിട്ടൊരു 20 മിനിറ്റാണ്ട് വെക്കുള്ളൂ. അപ്പോൾ അടിയത്തെ തീയൊക്കെ പറ്റി ഒഴിവാക്കുക. ഈ കത്താൻ തന്നെ പറ്റൂല, കാരണം മസാലയൊക്കെ ഇപ്പം നല്ല റെഡിയായി വന്നിട്ടുണ്ട്. അങ്ങനെ 20 മിനിറ്റ് കഴിഞ്ഞ് തുറന്ന് നോക്കുമ്പോൾ അതാ നമ്മളെ ബിരിയാണി സൂപ്പറായി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കുറച്ച് നേരം ഇതായപ്പോഴത്തേന് നല്ല ഇതായിട്ടുണ്ട്. മേലെ നല്ല തീ ഉണ്ടായിരുന്നു. ഇനിയാണ് ഇപ്പം ആർക്കേജ് ഒഴിച്ച് കൊടുക്കുന്നത്, ഇതുവരെ ഉപയോഗിച്ചിട്ടില്ല. അപ്പോൾ ഇപ്പാടെ ബിരിയാണി ഇതാണ്. ഇനിയിപ്പോൾ തണുത്താലും നല്ല രസം ഉണ്ടാവും, ചൂട് കൊടുക്കണേ തിന്നാലും നല്ല രസം ഉണ്ടാവും. അങ്ങനെ ഇതൊക്കെ കുത്തി ഇളക്കി ഉണ്ടാക്കി ഇനി അടി ഇങ്ങോട്ട് മേലക്കാക്കണമല്ലോ, ഒന്നായിട്ട് കുത്തി ഇളക്കുകയാണ് ചെയ്യണത്. ചോറ് 2 പാത്രത്തിലാകിങ്ങാണ്ട് ലേസം മല്ലിച്ചപ്പൊക്കെ ഇട്ട് കൊടുത്താൽ ബിരിയാണിയുടെ കാര്യം റെഡിയായി. പിന്നെ ഞാനിവിടെ കൊളത്തൂരല്ല, ഞാൻ ഇവിടെ അച്ചാർ ഇടുന്നൊരു വീഡിയോ പാടെ ഇതിൻ്റെ ഒപ്പം ഉൾപ്പെടുത്തിക്കാണ്. ഏതായാലും 2 ഒപ്പം കണ്ടോട്ടെ. അപ്പം നല്ല ചെനച്ച മാങ്ങയാണ്, ഇപ്പം നല്ല കരിമ്പച്ച മാങ്ങയല്ല. അച്ചാറിടുമ്പോൾ ഈ ഒരു ചെനപ്പുണ്ടെങ്കിൽ ഒരു പ്രത്യേക രസം തന്നെയാണ്. അതിൽ ഞാൻ ലേസം ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ മുളക് പൊടി, അച്ചാർ പൊടി ഇട്ട് കൊടുക്കുക. എന്നിട്ട് നല്ല തിരുമ്പിയിട്ട് ഒരു 20 മിനിറ്റോ അരമണിക്കൂറോ ഇരുന്നൂടെ. എത്രത്തോളം ഇരിക്കണോ അത്രത്തോളം അച്ചാർ നന്നായി കിട്ടും കേട്ടോ. അതിനാണ് ഈ പരിപാടി ചെയ്യണത്. ഒരു മാങ്ങച്ചാറോ ഒരു നാരങ്ങച്ചാറൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ചോറൊന്നും ഇനി എന്ത് കൂട്ടാനുണ്ടെങ്കിലും സമ്മന്തിയൊക്കെ ഉണ്ടെങ്കിൽ ഒരു പ്രത്യേക രസം തന്നെയാണല്ലേ. ഒരു ചൊടിക്ക് എന്തേലും വേണം. അപ്പോൾ ഇത് മസാല കൂട്ടൽ കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ കുറച്ച് കഴിഞ്ഞതിൻ്റെ ശേഷം ബാക്കിയുള്ള പരിപാടി ചെയ്യണം കേട്ടോ. അതിക്ക് ഞാൻ കൂട്ടുന്നത് വെളുത്തുള്ളി കൂട്ടിയിട്ടുണ്ട്. അതുപോലെ തന്നെ ചീനമുളക് കണ്ടറിഞ്ഞ് കൂട്ടിയിട്ടുണ്ട്. അങ്ങനെ ഇട്ട് കൊടുക്കല, അരക്കാണ് ചെയ്യണത്. കാരണം ചെനച്ച മാങ്ങല്ലേ, അതിക്ക് അരച്ചിട്ട് കൊടുത്ത ഒന്നും പാടെ എരി മാങ്ങയൊക്കെ പിടിച്ചോട്ടെ വെച്ചിട്ടാണ്. അതുപോലെ ഒരു കഷ്ണം ഇഞ്ചിയും ചേർക്കണം. നല്ല മിക്സിയിൽ അടിച്ചാണ് കേട്ടോ. ഞങ്ങൾക്ക് ഇതിൽ കാണിച്ചു തരാം. നമ്മളെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാവുമെന്ന് കരുതുന്നുണ്ട്. എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ പറഞ്ഞു തരണം. ഇപ്പോൾ വ്യൂസൊക്കെ അങ്ങനെ കൂടിയിട്ടും കുറഞ്ഞിട്ടൊക്കെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ കമൻറ്റ് എഴുതാൻ മറക്കരുത്. അപ്പോൾ കാറ്ററിംഗ് വർക്ക് ഇങ്ങനെയാണ് നമ്മൾ പഠിച്ചിരിക്കുന്നത്, ഇപ്പാടായിരുന്നു ഉമ്മാടായിരുന്നു. അങ്ങനെ ഞാനിതാ മാങ്ങ അച്ചാർ ഇടാതെ പുറപ്പാടാണ്. അപ്പം നല്ലെണ്ണ ഒന്നുമില്ല കേട്ടോ. പിന്നെ തോന അച്ചാർ ഇടണമൊന്നുമില്ലല്ലോ. അപ്പോൾ അതിക്ക് ഞാൻ ഉലുവയും കടുകും ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ വേപ്പിൻ്റെ ഇല ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ എന്ത് ചെയ്യുക, അതിക്ക് നമ്മൾ ചതച്ച് വെച്ച ചീനമുളക്, പച്ചമുളക്, അതുപോലെ തന്നെ ഇഞ്ചി, വെളുത്തുള്ളി ഒക്കെ പാടെ ചതച്ചതാണ് കേട്ടോ. പച്ചമുളക് ഒന്നേ കൂട്ടിയിട്ടുള്ളൂ, ചീനമുളക് കൂടുതൽ കൂട്ടിയിട്ടുണ്ട്. അതിക്കും ഞാൻ അച്ചാർ പൊടി ഇട്ട് കൊടുക്കണം. അതുപോലെ തന്നെ മുളക് പൊടി ഇട്ട് കൊടുക്കുക. എന്നിട്ട് തീയൊന്ന് കുറച്ച് വെച്ചിട്ട് നല്ലോണം വാട്ടിയെടുക്കുകയാണ് ചെയ്യണത്. ഇപ്പം ഞാൻ അച്ചാർ ഉണ്ടാക്കി കൊടുക്കലുണ്ട്, ബിരിയാണി ഉണ്ടാക്കി കൊടുക്കലുണ്ട്, പലഹാരം ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ബീഫ് ഫ്രൈ, ചിക്കൻ ഫ്രൈ, ചിക്കൻ കറി എല്ലാതും നമ്മൾ കാറ്ററിങ്ങിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പക്ഷേ തോനെ ഉണ്ടാക്കാൻ എനിക്ക് കഴിയൂല, നമുക്ക് വെയ്ക്കണതല്ലേ നമുക്ക് എടുക്കാൻ പറ്റുള്ളൂ. അങ്ങനെ മസാല ഒക്കെ നല്ല ശരിയായി വന്നപ്പോൾ നമ്മളെ മാങ്ങ തീക്ക് ഇട്ട് കൊടുത്തിട്ട്, മാങ്ങ നല്ലോണം വേവാൻ പറ്റൂല കേട്ടോ. മാങ്ങ വെന്തിട്ടുണ്ടെങ്കിൽ അച്ചാർ വലിയൊരു രസമൊന്നും ഉണ്ടാവില്ല. അപ്പം നമ്മളെ അച്ചാറും റെഡിയായി, ബിരിയാണി നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അപ്പം നിങ്ങളെല്ലാവരും ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കി വെക്കുക. പിന്നെ ഉണ്ടല്ലോ, നമ്മൾ പണിയെടുത്തിട്ടുണ്ടല്ലോ, പൈസ കയ്യിൽ കിട്ടുമ്പോൾ നമുക്ക് നല്ല സന്തോഷമാണ്. നമ്മൾ ആണുങ്ങളോട് എന്തെങ്കിലും കൊണ്ടുവരാൻ പറഞ്ഞിട്ട് കൊടുത്തിട്ടില്ലെങ്കിൽ നമുക്ക് ഭയങ്കര ഇതല്ലേ. അത് ഇനി നമ്മളെ കയ്യിൽ പൈസ ഉണ്ടെങ്കിൽ നമുക്ക് സുഖമാണ്, നമുക്ക് വേണ്ടത് വാങ്ങുകയൊക്കെ ചെയ്യാമല്ലോ. അപ്പോൾ നമ്മൾക്കായിട്ട് എന്തെങ്കിലും ഒരു തൊഴിൽ പഠിച്ചതിൽ നല്ല കാര്യമാണ്. അപ്പോൾ ഇൻഷാ അല്ലാഹ് അടുത്ത വീഡിയോ കൊണ്ട് പിന്നെ വരണ്ട്. എല്ലാവരോടും ഒരിക്കൽ കൂടി അസ്സലാമു അലൈക്കും. അപ്പോൾ ചോറൊക്കെ വിളമ്പട്ടെ.